ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ 2 സാരി ഉടുക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ടൈം മുതൽ എനിക്ക് ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ 2 അണ്ടർസ്കർട്ട് ഉടുത്തിട്ടുള്ള ഒരു സാരി ചെയ്യാൻ പറ്റുമോ, ഇനിയും കുറച്ചും കൂടെ സാരി ഉടുക്കുന്ന വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം. ഒരു സാരി ഉടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ 2 അണ്ടർസ്കർട്ടാണ് ഇന്ന് വെയർ ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നിൻ്റെ ഓപ്പൺ വലത്തോട്ടും വന്നിട്ടുണ്ട്, ഒന്നിൻ്റെ ഓപ്പൺ ഞാൻ ഇടത്തോട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 അണ്ടർസ്കർട്ടാണ് ഞാൻ ഇന്ന് ഉടുത്തിരിക്കുന്നത്. ഒന്ന് അകത്തുമുണ്ട്, ഒന്ന് പുറത്തുമുണ്ട്. 2 അണ്ടർസ്കർട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് നമുക്ക് സാരി ഉടുക്കുമ്പം ഈ അണ്ടർസ്കർട്ട് ഇങ്ങനെ വലുതായിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് സാരി ഉടുക്കുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പിന്ന് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആയിട്ട് ഒരു പിന്ന് നമുക്കിങ്ങനെ അടിച്ചിടാം. അപ്പോൾ നമുക്ക് ഈ പിന്നിങ്ങനെ ഇരിക്കും. നമ്മൾ ഇരിക്കുമ്പോഴൊന്നും ഇത് പൊട്ടത്തൊന്നുമില്ല. ഇത് കറക്റ്റ് പൊസിഷനിൽ ഇങ്ങനെ നമുക്കൊരു പിന്നടിച്ചിടാം. ഇങ്ങനെ ചെയ്താൽ ഇതിവിടെ നല്ല ഈ തൊടയുടെ അവിടെയൊക്കെ നല്ലതായിട്ടിരിക്കും. അപ്പോൾ അടുത്ത നമുക്ക് സാരി എങ്ങനെയായിട്ട് ഉടുക്കാമെന്ന് നോക്കാം. സാരിയുടെ അകവും പുറവും കണ്ടുപിടിച്ച് ഞാൻ സാരിയുടെ ലാസ്റ്റിലത്തെ പീസ് എടുത്ത് വച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ അണ്ടർസ്കർട്ട് 2ഉം കൂടെ ചേർത്ത് നമുക്കിതിനെ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പിടിക്കാം. സാരി ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ആദ്യം പ്ലീറ്റ് എടുക്കാം. നല്ല സോഫ്റ്റ് ഒരു സാരിയാണേ, നല്ല രസമുള്ള. ഇത് ഞാൻ മീഷോന്ന് മേടിച്ചതാണ്. അപ്പോൾ ആദ്യം പ്ലീറ്റാണ്. പ്ലീറ്റ് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് കുഞ്ഞു പ്ലീറ്റ് എടുത്ത് വയ്ക്കാം. ഇത് അങ്ങനത്തെ ഒരു സാരി ആയതുകൊണ്ട് ഞാൻ കുഞ്ഞു പ്ലീറ്റ് എടുത്തിട്ടുണ്ട്. പ്ലീറ്റ് എടുത്തിട്ട് നമുക്ക് പിന്നെ കുത്താം. പിന്നൊക്കെ ഞാൻ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്, പിന്നെ കുത്താം. അപ്പോൾ ഞാനൊന്ന് ബോഡിയിൽ അവിടെ ഒരു പിന്ന് അടിച്ചിട്ടുണ്ട്, പിന്നടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ കൂടെ ഒരു പിന്ന് അടിക്കും. അങ്ങനെ ഞാൻ 2 പിന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പ്ലീറ്റ് എടുത്ത ഭാഗം ഇവിടെ കൊണ്ട് എത്ര ലെങ്ത് വേണം. അപ്പോൾ ഞാൻ ഈ സാരിക്ക് ഇത്രയും ലെങ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് സാരി നല്ലതായിട്ട് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് പ്ലീറ്റ്, ഇവിടുത്തെ പ്ലീറ്റൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ലെങ്ത് എനിക്ക് ആവശ്യമാണ്. അപ്പോൾ ഞാൻ ഇത്രയും ലെങ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാരിയുടെ പ്ലീറ്റ് എടുക്കാം. പ്ലീറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഈ സൈഡ് നല്ല പ്ലീറ്റ് എടുക്കാം. ഏറ്റവും നല്ല നമുക്ക് ഒന്നും ഇവിടെ ഒരു 2 3 4 5 ഞാനൊരു 5 പ്ലീറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു 5 പ്ലീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ 5 പ്ലീറ്റ് എടുത്തതിനെ ഞാനൊരു പിന്ന് വെച്ച് ഇവിടെ ഒന്ന് കുത്തിവെക്കാം. ഇവിടെ ആയിട്ടൊന്ന് അതൊന്ന് ഞാൻ ടൈറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. കുത്തി പാവാടയിൽ അണ്ടർസ്കർട്ടിൽ കുത്തി വയ്ക്കുകയാണ്. അതങ്ങനെ ഇരിക്കട്ടെ. ഇത് ആ പ്ലീറ്റ് അങ്ങനെ ഇരിക്കട്ടെ, 5 എണ്ണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സാരി ഉടുക്കാനുള്ള പ്ലീറ്റ്. നോർമലായിട്ട് ഈ സാരിക്ക് ഇത് നീളം കുറവാണ്. അപ്പം എനിക്ക് ഒരുപാട് പ്ലീറ്റ് എടുക്കാൻ പറ്റില്ല. കഷ്ടിച്ച് ഒരു 5-6 എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, ഒരു 5-6 പ്ലീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റിലത്തെ ഇതങ്ങ് വിട്ട് കളയണേ. അത്
കറക്റ്റ് അല്ലാത്തത്. അപ്പോൾ ഇവിടെ എടുത്ത 5 പ്ലീറ്റ് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത പ്ലീറ്റ് 3, 4 പ്ലീറ്റ് ഉണ്ട്. ഇതിനെ നമുക്കൊന്ന് ആദ്യം ഒന്ന് പിൻ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇതിനെ അടുക്കി ഒന്ന് പറക്കി വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്യണം. പിൻ ചെയ്തതിന് ശേഷം ഇതിനെ നമുക്ക് നമ്മുടെ അണ്ടർസ്കർട്ടിൻ്റെ അകത്തോട്ട് നമുക്ക് ഇത് ഭംഗിയായിട്ട് തിരികെ വയ്ക്കാം. എന്നിട്ട് നമ്മളിവിടെ കൊടുത്തില്ലേ 4-5 പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ബാലൻസ് ഈ സാരിയുടെ പുറകിൽ ചെറുതായിട്ട് കാണും. ചില ആൾക്കാർക്ക് കാണത്തില്ല. എനിക്കിപ്പോൾ അത് കിട്ടുന്നില്ല. നമ്മളവിടെ പിന്ന് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് അവിടെ ഇനി നമുക്ക് ഇവിടെ പിടിച്ച് വയ്ക്കാൻ ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇട്ട ഒരു പ്ലീറ്റ് ഉണ്ട്. ആ പ്ലീറ്റിനെ നമുക്ക് പുറകിൽ കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ ചെറിയ ഈ ഭാഗത്ത് തന്നെ നമുക്കിതൊരു 2 ചെറിയ പ്ലീറ്റായിട്ട് തന്നെ എടുത്ത് ഇങ്ങനെ മടക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ പിടിച്ച പ്ലീറ്റ് കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ടുള്ള പ്ലീറ്റ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നില്ലേ പ്ലേറ്റ് എടുത്തത്, കണ്ടോ? അപ്പോൾ എന്ത് ഭംഗിയായിട്ട് സിമ്പിളായിട്ട് നമുക്ക് സാരി വെയർ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ പിന്നെ ഞാനിപ്പോൾ ഒരു 2 പിന്നെ നമുക്ക് ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഈ ഒരു പിന്നെ ഞാൻ എടുത്ത് മാറ്റിയിട്ട് താഴത്തെ പിന്നെ ഞാൻ അങ്ങനെ തന്നെ കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് പ്ലീറ്റിൻ്റെ ഇവിടെ ആയിട്ട് ഈ പിന്നെ നമുക്ക് കുത്തി കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് ഇരിക്കും. ഇപ്പോൾ 1, 2, 3, 4, 5 ഇങ്ങനെയാണ് ഞാനിപ്പോൾ പ്ലീറ്റ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരു പിന്നും കൂടെ ഇവിടെ വന്ന് കുത്തി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് സാരി നല്ലതായിട്ട് പ്ലീറ്റ് എടുത്ത് എനിക്ക് ഉടുക്കാൻ പറ്റി. അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലത്തെ സാരി ടാപ്പിംഗ് വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും കമൻറ്റ് ആവശ്യമാണ്, ലൈക്ക് ആവശ്യമാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബും കൂടെ ചെയ്യണം. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഇനി വരും. ബൈ.